നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് നടൻ ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച് മകൾ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ അതിന് പിന്നാലെ മകൾക്ക് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ ബാല. ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ബാല മകൾക്ക് മറുപടി നൽകിയിട്ടുള്ളത്. മദ്യപിച്ചെത്തി അമ്മയെ തല്ലുമായിരുന്നു എന്നാണ് അവന്തിക പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരിക്കൽ തന്നെ ചില്ലുകുപ്പി കൊണ്ട് എറിയാൻ നോക്കിയെന്നും ആരോപിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരം ആരോപണങ്ങൾക്കാണ് ബാല ഇപ്പോൾ മറുപടി നൽകിയിട്ടുള്ളത്. 3 വയസ്സിലാണ് പാപ്പു തന്നെ വിട്ടുപോയത് എന്നാണ് ബാല പറഞ്ഞത്. മകളോട് തർക്കിക്കാൻ താൻ ഇല്ലെന്ന് പറഞ്ഞ ബാല ഇനി മകളുടെ ജീവിതത്തേക്ക് വരില്ല എന്നും പറഞ്ഞിരിക്കുകയാണ്. പാപ്പു സംസാരിച്ച വീഡിയോ ഞാൻ കണ്ടിരുന്നു. ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് കാര്യം പറയാം. മൈ ഫാദർ എന്ന് പറഞ്ഞു. താങ്ക് യു. നിന്നോട് തർക്കിക്കാൻ അപ്പ ഇല്ല. മകളോട് തർക്കിക്കുകയാണെങ്കിൽ ഒരു അപ്പൻ ആനേ അല്ല. പിന്നെ പാപ്പു പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ വിട്ട് പാപ്പു 2.5-3 വയസ്സിലാണ് പോയത്. 3 വയസ്സാകുമ്പോ എന്നെ വിട്ട് അകന്നു പോയി. ഇപ്പൊ ക്ലാസ് എടുത്ത് അടിച്ചു എന്നുള്ള കാര്യമൊക്കെ ഒരു കാര്യം പറഞ്ഞിരുന്നു പാപ്പു. ഞാൻ ഇത് തർക്കിക്കാനല്ല പറയുന്നത്. 5 ദിവസം വീട്ടിലിരുന്നു, അന്നം കൊടുത്തില്ലെന്ന്. പാപ്പു ഇത് തർക്കിക്കാൻ ഇല്ല. ജയിക്കാൻ പറ്റും. ഇന്ന് ഞാൻ തോറ്റു കൊടുക്കുക. നീ ജയിക്കണം. വാക്കായിരിക്കും പാപ്പു. നിന്റെ വീഡിയോ മുഴുവൻ ഞാൻ കേട്ടു. ഇഫ് യു ലവ് മീ, ഇനി എന്നോടും എന്റെ കുടുംബത്തോടും ബന്ധപ്പെടില്ലെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഞാനും നിന്റെ കുടുംബം ഞാൻ അന്യനായിപ്പോയി നിനക്ക്. പക്ഷെ ഒരു വാക്ക് മാത്രം പാപ്പു ഇന്ന് ഞാൻ പറയാൻ ഇനി തൊട്ട് ഞാൻ വരില്ല. ഞാൻ ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടന്നപ്പോ നീ വന്നത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ നിർബന്ധത്തിന്റെ പേരിലാണ് നീ വന്നതെന്ന് പറഞ്ഞു. അത് അന്നെ എന്റെ അടുത്ത് മുഖം നോക്കി പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛൻ ഇപ്പോ നിന്റെ അടുത്ത് സംസാരിക്കില്ല. നീ കാരണമാണ് അപ്പ ഇവിടെ ഇരിക്കുന്നത്. പാപ്പയ്ക്ക് എല്ലാ ഐശ്വര്യം ഉണ്ടാവണം, എല്ലാം ഉണ്ടാവണം. നന്നായി പഠിക്കണം, നീ നന്നായി വളരണം. നിന്നോട് മത്സരിച്ച് ജയിക്കാൻ ഒരിക്കലും എനിക്ക് പറ്റില്ല. നീ എന്റെ ദൈവടകണ. God bless you. ഇനി തൊട്ട് അപ്പ ഇല്ല, ഞാൻ വരില്ല. നേരിന്റെ വാർത്തകൾ വിരൽത്തുമ്പിൽ. സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.